ഇന്ത്യയെ പോലെ ആയുധങ്ങൾ നിർമ്മിക്കാൻ ഇത്രയേറെ ശ്രമിച്ച് ഇത്ര ദയനീയമായിട്ട് പരാജയപ്പെട്ട മറ്റൊരു രാജ്യം ലോകത്ത് തന്നെ ഉണ്ടാവില്ല. ഇന്റർനാഷണൽ പീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പീറ്റർ ഡി വിസ്മാൻ ഒരിക്കൽ പറഞ്ഞ വാക്കുകളാണിത്. വർഷങ്ങളോളം ലോകം ഇന്ത്യയുടെ പ്രതിരോധ മേഖലയെ നോക്കിക്കൊണ്ടിരുന്നത് ആ രീതിയിലായിരുന്നു എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. സ്വന്തമായി ആയുധങ്ങൾ ഉണ്ടാക്കാൻ കഴിയാതെ അമേരിക്കയോടും റഷ്യയോടും UK-നോടുമൊക്കെ സഹായം ചോദിക്കുന്ന ഒരു രാജ്യം. ചൈനയുമായുള്ള യുദ്ധസമയത്ത് പോലും നമ്മൾ മറ്റുള്ളവരുടെ ആയുധങ്ങളായിരുന്നു കൂടുതലായിട്ടും ആശ്രയിച്ചിരുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ ഇറക്കുമതിക്കാർ എന്ന പേരായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ ലോകം ശ്രദ്ധിക്കാതിരുന്ന സമയത്ത് ഇന്ത്യ നിശബ്ദമായിട്ട് ചിലത് നിർമ്മിക്കുന്നുണ്ടായിരുന്നു. ആരും പ്രതീക്ഷിക്കാത്ത ലോകത്തെ വൻ ശക്തികളെ പോലും ഞെട്ടിക്കുന്ന ചില നീക്കങ്ങൾ. റഷ്യയും അമേരിക്കയും ചൈനയും മാത്രം കൈവശം വെച്ചിരുന്ന സാങ്കേതിക വിദ്യകൾ ഇന്ന് ഇന്ത്യ സ്വന്തമായിട്ടുണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു. പാകിസ്ഥാൻ ജെറ്റുകളെ വെറും കളിപ്പാട്ടങ്ങളാക്കി മാറ്റുന്ന എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ, ശബ്ദത്തേക്കാൾ 3 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കുന്ന മിസൈലുകൾ, കടലിലെ രാജാക്കന്മാരായ വിമാനവാഹിനി കപ്പലുകൾ, അങ്ങനെ നിരവധിയുണ്ട് നമുക്ക് പറയാനായിട്ട്. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഈ ഒരു കാര്യങ്ങൾ തന്നെയാണ്. ഇന്ത്യയെ ലോകത്തിലെ വൻ ശക്തിയാക്കി മാറ്റിയ, ശത്രുക്കൾ ഭയക്കുന്ന ഇന്ത്യയുടെ സ്വന്തമായിട്ടുള്ള 6 ആയുധങ്ങളെ കുറിച്ചാണ്. വെറും ആയുധങ്ങൾ മാത്രമല്ല ഇവയാണ് ഇന്ത്യക്ക് ചുറ്റും എല്ലാത്തിനെയും ഭേദിച്ചുകൊണ്ട് ഒരു സുരക്ഷാ കവചം തീർത്തത് എങ്ങനെയാണെന്നുമൊക്കെ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അപ്പൊ നേരെ വീഡിയോയിലേക്ക് കടക്കാം. കടലിൽ നമ്മൾ കരുത്തരായി എങ്കിലും ഹിമാലയത്തിലെ കൊടും തണുപ്പിലും ഉയരത്തിലും യുദ്ധം ചെയ്യാനായിട്ട് നമുക്ക് ആയുധങ്ങൾ ആവശ്യമായിരുന്നു. 2019 ഇന്ത്യൻ ആർമിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടായി. സിയാച്ചിൻ ഗ്ലേസിയർ പോലെ 21,000 അടി ഉയരമുള്ള സ്ഥലങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു അറ്റാക്ക് ഹെലികോപ്റ്റർ ഇല്ല എന്നതായിരുന്നു ഒരു പ്രധാന പ്രശ്നം. വായു തീരെ കുറവായതുകൊണ്ട് തന്നെ സാധാരണ ഹെലികോപ്റ്ററുകൾക്ക് അവിടെ പറക്കാനായിട്ട് കഴിയുമായിരുന്നില്ല. അമേരിക്ക അവരുടെ പ്രശസ്തമായ അപ്പാച്ചെ ഹെലികോപ്റ്റർ നമുക്ക് വാഗ്ദാനം ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. ആ സമയത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഹെലികോപ്റ്ററാണ് അപ്പാച്ചെ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. 15,000 അടിക്ക് മുകളിൽ അപ്പാച്ചെ കാര്യക്ഷമമാവില്ലായിരുന്നു. സിയാച്ചിനിൽ അതൊരു വലിയ പാഴ്വസ്തു മാത്രമായിട്ട് മാറും. അങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോഴാണ് ഇന്ത്യ പ്രചണ്ഡ് നിർമ്മിക്കുന്നത്. ലോകത്തിലെ 21,000 അടി ഉയരത്തിൽ ലാൻഡ് ചെയ്യാനും ടേക്ക് ഓഫ് ചെയ്യാനും യുദ്ധം ചെയ്യാനും കഴിയുന്ന ഏക അറ്റാക്ക് ഹെലികോപ്റ്റർ. പ്രചണ്ഡിന്റെ ഭാരം വെറും 5.8 ടണ്ണാണ്. അപ്പാച്ചെ 10 ടണ്ണിലും അധികം വരുന്നു. ഭാരം കുറഞ്ഞതാണ് പർവ്വതങ്ങളിലെ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി. അപ്പാച്ചയ്ക്ക് 30 mm ഗണ്ണാണെങ്കിൽ പ്രചണ്ഡിനുള്ളത് 20 mm ഗണ്ണാണ്. പക്ഷേ മിനിറ്റിൽ 800 റൗണ്ടുകൾ വെച്ച് 2 കിലോമീറ്റർ ദൂരത്തേക്ക് കൃത്യമായിട്ട് ഉതിർക്കാനായിട്ട് ഇതിന് സാധിക്കും. ചൈനയുടെ Z-10 ഹെലികോപ്റ്ററിന് 13,000 അടിക്ക് മുകളിലും ഈ ഗണത്തിൽ വരുന്ന റഷ്യയുടെ Mi-28ന് 12,000 അടിക്ക് മുകളിലേക്ക് പറക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. അഫ്ഗാനിസ്ഥാനിലെ യുദ്ധത്തിൽ അപ്പാച്ചെ പറത്താൻ അമേരിക്കൻ പൈലറ്റുമാർ ശരിക്കും പറഞ്ഞ് നന്നായിട്ട് കഷ്ടപ്പെട്ടിരുന്നു. അവിടെയാണ് പ്രചണ്ഡ് ആയുധങ്ങളും വഹിച്ചുകൊണ്ട് 21,000 അടി ഉയരത്തിലേക്ക് അനായാസമായിട്ട് പറക്കാൻ സാധിക്കുന്നത്. വിലയാണെങ്കിലോ ഒരു അപ്പാച്ചെ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ ഏകദേശം 800 കോടി രൂപയാവും. പ്രചണ്ഡിന് നമ്മൾ ചിലവാക്കിയത് 438 കോടി മാത്രമാണ്. മാത്രമല്ല ഇതിന്റെ സ്പെയർ പാർട്സിനായിട്ട് അമേരിക്കയുടെ അനുവാദം കാത്തു നിൽക്കേണ്ട ആവശ്യവും നമുക്ക് വരുന്നില്ല. 2025ഓടെ 156 പ്രചണ്ഡ് ഹെലികോപ്റ്ററുകൾ ലഡാക്ക് മുതൽ അരുണാചൽ പ്രദേശ് വരെയുള്ള അതിർത്തിയിൽ കാവലിനുണ്ടാവും. അടുത്തത് പാകിസ്ഥാന്റെയും ചൈനയുടെയും ഉറക്കം കെടുത്തുന്ന ആയുധമാണ്. അതാണ് ബ്രഹ്മോസ് മിസൈൽ. 1998 ഇന്ത്യയും റഷ്യയും ചേർന്ന് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ അമേരിക്ക പോലും പുച്ഛിച്ചിരുന്ന ഒരു സമയമായിരുന്നു അത്. എന്നാൽ 23 വർഷങ്ങൾക്ക് ശേഷം ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ക്രൂയിസ് മിസൈലായിട്ട് ബ്രഹ്മോസ് മാറിയിട്ടുണ്ട്. ഇതിന്റെ വേഗത പറയുന്നത് മാക് 2.8 ആണ്. അതായത് ശബ്ദത്തേക്കാൾ 3 ഇരട്ടി വേഗതയാണ് ഇത് പറയുന്നത്. അമേരിക്കയുടെ പ്രശസ്തമായിട്ടുള്ള ടോമാഹോക്ക് മിസൈലിന്റെ വേഗത മാക് 0.74 മാത്രമാണ്. ശത്രുവിന്റെ റഡാറിൽ ബ്രഹ്മോസ് പതിഞ്ഞു കഴിഞ്ഞാൽ പ്രതികരിക്കാൻ അവർക്ക് കിട്ടുന്നത് വെറും 30 സെക്കൻഡ് മാത്രമാണ്. ലോകത്തിലെ മിക്ക എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾക്കും ലോക്ക് ചെയ്യാനായിട്ട് 45 സെക്കൻഡ് വേണം. അതായത് അവർ അറിയുമ്പോഴേക്കും ബ്രഹ്മോസ് ലക്ഷ്യം കണ്ടിരിക്കുമെന്നാണ് പ്രധാനം. കരയിൽ നിന്നും കപ്പലിൽ നിന്നും അന്തർവാഹിനിയിൽ നിന്നും വിമാനത്തിൽ നിന്ന് പോലും ഇത് തൊടുക്കാനായിട്ട് സാധിക്കും.
ഫിലിപ്പീൻസ് $375 മില്യൺ ബ്രഹ്മോസ് വാങ്ങിയത് ഇതിന്റെ കാര്യക്ഷമതയ്ക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ്. ഇന്തോനേഷ്യയും ഇത് വാങ്ങാനായിട്ട് ഒരുങ്ങുന്നുണ്ട്. റഷ്യയുടെ സാങ്കേതിക വിദ്യയും ഇന്ത്യയുടെ ഗൈഡൻസ് സിസ്റ്റവും ചേർന്നപ്പോൾ പിറന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച മിസൈലാണ്. സ്വന്തമായി ഒരു യുദ്ധവിമാനം. 1983 ഇന്ത്യ ഇതിനായി ശ്രമം തുടങ്ങിയപ്പോൾ ലോകം വീണ്ടും കുലുങ്ങി ചിരിച്ചു. 40 വർഷങ്ങൾക്ക് ശേഷം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് 150 തേജസ് വിമാനമാണ് നിർമ്മിക്കുന്നത്. തേജസ് ഒരു ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് ആണ്. ശബ്ദത്തേക്കാൾ ഇരട്ടി വേഗത്തിൽ ഇതിന് സഞ്ചരിക്കാൻ സാധിക്കും. 100 കിലോമീറ്റർ അകലെയുള്ള ശത്രുവിനെ കണ്ടെത്താൻ അതിന് കഴിയുന്ന ഒരു ഇസ്രായേലി റഡാറുകളും കണ്ണിൽപ്പെടാത്ത ദൂരത്തുള്ള ശത്രുവിനെ വീഴ്ത്തുന്ന അസ്ത്ര മിസൈലുകളും ഇതിലുണ്ട്. പാകിസ്ഥാൻ ചൈനയുടെ സഹായത്തോടെ നിർമ്മിച്ച J717 എന്ന തണ്ടർ വിമാനമാണ് തേജസിന്റെ പ്രധാന എതിരാളിയായിട്ട് വരുന്നത്. എന്നാൽ ആകാശ പോരാട്ടത്തിന്റെ പ്രധാനപ്പെട്ട കാര്യത്തിൽ തേജസിന്റെ വഴക്കവും വേഗതയും J717 ബഹുദൂരം തന്നെ പിന്നിലാണെന്ന് നമുക്ക് പറയാം. ഏറ്റവും പ്രധാനം ഇതിന്റെ ചിലവ് തന്നെയാണ്. ഒരു തേജസിന് ഉണ്ടാക്കാനായിട്ട് 309 കോടി രൂപയാണ് വില. അമേരിക്കയുടെ F-16 540 കോടിയും റാഫേലിന് 750 കോടിയുമാണ് വില. അതായത് ഒരു റാഫേലിന്റെ കാശ് കൊണ്ട് ഇന്ത്യയുടെ തേജസ് നമുക്ക് 2 വാങ്ങിച്ച് ഉപയോഗിക്കാൻ സാധിക്കും. പാകിസ്ഥാന് അവരുടെ വിമാനം നന്നാക്കാനായിട്ട് ചൈനയുടെ അനുവാദം വേണം. ഇന്ത്യക്ക് പക്ഷേ തേജസിനെ നവീകരിക്കാൻ ആരോടും ചോദിക്കേണ്ട ആവശ്യവുമില്ല. ഇതാണ് ആത്മനിർഭരതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം. ആകാശവും കടലും പിടിച്ചടക്കി കഴിഞ്ഞു. ഇനി കരയുദ്ധം. 2010 രാജസ്ഥാൻ മരുഭൂമിയിൽ വെച്ച് തന്നെ റഷ്യൻ നിർമ്മിത T-90 ടാങ്കും ഇന്ത്യയുടെ അർജുൻ ടാങ്കും തമ്മിൽ ഒരു മത്സരം നടന്നിരുന്നു. റഷ്യൻ ടാങ്കുകൾ ജയിക്കുമെന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ സംഭവിച്ചത് മറിച്ചാണ്. കൃത്യതയിലും കരുത്തിലും അർജുൻ ടാങ്ക് T-90യെ തോൽപ്പിച്ചു എന്ന് പറയാം. 68 ടൺ ഭാരമുള്ള ഭീമനാണ് അർജുൻ. ഇതിലെ 120 mm തോക്കിന് ദക്ഷിണേന്ത്യയിലെ ഏത് ടാങ്കിന്റെ കവചം തകർക്കാനും കഴിയും. മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ ഓടുമ്പോഴും കൃത്യമായി വെടിയുതിർത്താൻ ഇതിന് സാധിക്കും. കാഞ്ചൻ എന്ന തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച കോമ്പോസിറ്റ് ആർമർ ഇതിനെ സംരക്ഷിക്കുകയും ചെയ്യും. ശത്രുവിന്റെ വെടിയുണ്ടകൾക്ക് ഇതിനെ തുളയ്ക്കാനായിട്ട് എളുപ്പമായിരിക്കില്ല. 37 കോടിയാണ് ഇതിന്റെ വില. റഷ്യൻ ടാങ്കിന് 35 കോടിയോളം വരും. വലിയ വില വ്യത്യാസമില്ലെങ്കിലും പാകിസ്ഥാൻ അതിർത്തിയിലെ മരുഭൂമിയിൽ യുദ്ധം ചെയ്യാൻ പ്രത്യേക രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒന്നാണ് അർജുൻ. ഇന്ത്യൻ ആർമി 118 അർജുൻ ടാങ്കുകൾക്ക് ഓർഡർ നൽകി കഴിഞ്ഞു. ശത്രുവിന്റെ ടാങ്കുകളെ നേരിടാൻ ഇതിലും മികച്ചൊരു ആയുധം വേറെയില്ലെന്ന് പറയാം. 2019 ബാലാകോട്ട് ആക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ തിരിച്ചടിച്ചപ്പോൾ നമ്മൾ ഉപയോഗിച്ചത് പഴയ MiG-21 വിമാനങ്ങളായിരുന്നു. വിംഗ് കമാൻഡർ അഭിനന്ദൻ പിടിക്കപ്പെട്ടത് നമുക്കറിയാം. അന്ന് നമുക്കൊരു ശക്തമായ എയർ ഡിഫൻസ് ഇല്ലായിരുന്നു എന്ന് പറയാം. എന്നാൽ ഇന്ന് കഥ മൊത്തത്തിൽ മാറി. 2025 പാകിസ്ഥാൻ ആക്രമിക്കാൻ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കും? അവർ നേരിടേണ്ടി വരിക ലോകത്തിലെ ഏറ്റവും ശക്തമായ എയർ ഡിഫൻസ് നെറ്റ്വർക്കിനെയാണ്. റഷ്യയിൽ നിന്ന് വാങ്ങിയ S-400 സിസ്റ്റം 400 കിലോമീറ്റർ അകലെ വെച്ച് തന്നെ ശത്രുവിനെ കണ്ടെത്തി തകർക്കുന്ന അവസ്ഥയാണ്. ഒരേ സമയം 160 ടാർഗറ്റുകളെ ട്രാക്ക് ചെയ്യാനും 72 എണ്ണത്തെ വീഴ്ത്താനും ഇതിന് കഴിയും. എന്നാൽ ഇന്ത്യ ചെയ്ത ബുദ്ധി ഇതാണ്. S-400നെ ഇന്ത്യയുടെ സ്വന്തം ആകാശ് എയർ ഡിഫൻസ് സിസ്റ്റവുമായിട്ട് ബന്ധിപ്പിച്ചു. 400 കിലോമീറ്റർ ദൂരത്ത് S-400 കാവൽ നിൽക്കുമ്പോൾ അടുത്തേക്ക് വരുന്നവരെ 70 കിലോമീറ്റർ പരിധിയിൽ വെച്ച് തന്നെ ആകാശ് നേരിടും. ഇതൊരു ലെയേർഡ് പ്രൊട്ടക്ഷൻ ആണ്. പാകിസ്ഥാന്റെ ഡ്രോണുകൾക്കും മിസൈലുകൾക്കും ഈ വല ഭേദിച്ച് ഇന്ത്യയിലേക്ക് കടക്കാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. ഇതൊരു ആത്മഹത്യാപരമായിട്ടുള്ള നീക്കമായിരിക്കും അവർക്ക്. കാരണം യഥാർത്ഥ വിജയം ഈ ആയുധങ്ങൾ മാത്രമല്ല, ഇവയെല്ലാം എങ്ങനെ ഒന്നിച്ച് പ്രവർത്തിക്കുന്നു എന്നതാണ്. 2014 ഇന്ത്യ വെറും 686 കോടിയുടെ ആയുധങ്ങൾ മാത്രമാണ് കയറ്റുമതി ചെയ്തത്. 2024-25 ആയപ്പോഴേക്കും അത് 23,622 കോടി രൂപയായിട്ട് വർദ്ധിച്ചു. അർമേനിയയും ഫിലിപ്പൈൻസും അടക്കം 80ഓളം രാജ്യങ്ങൾ ഇന്ന് ഇന്ത്യൻ ആയുധങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. മുമ്പ് 30% ഇന്ത്യൻ നിർമ്മിത ഘടകങ്ങൾ ഉണ്ടായിരുന്നത്. ഇന്നത് 65% കടന്നു. ഇതിനെ സൈനിക വിദഗ്ധർ വിളിക്കുന്നത് ഓപ്പറേഷണൽ സോവറിനിറ്റി എന്നാണ്. അതായത് യുദ്ധം ചെയ്യാൻ നമുക്ക് ആരുടെയും അനുവാദം വേണ്ട. സ്പെയർ പാർട്സിനായിട്ട് ആരുടെയും മുന്നിൽ കൈ നീട്ടേണ്ട ആവശ്യമില്ല. തേജസ് വിമാനത്തിൽ നിന്ന് ബ്രഹ്മോസ് തൊടുക്കാം. വിക്രാന്തിലെ റഡാറുകൾക്ക് കരയിലെ സിസ്റ്റങ്ങളുമായിട്ട് ബന്ധപ്പെടാം. ഇതെല്ലാം ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഇക്കോ സിസ്റ്റം ഇന്ത്യ ഉണ്ടാക്കിയെടുത്തു എന്നതാണ് ഏറ്റവും പ്രധാനം. പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഇന്ത്യൻ ആയുധങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും
ഇന്ത്യൻ ആയുധങ്ങൾ ഉണ്ടാക്കുന്നത് അവരെ കാണിക്കാനൊന്നല്ല, മറിച്ച് സ്വന്തം ആയുധങ്ങൾ ജയിക്കാനായിട്ടാണ്. ആ ഒരു കരുത്ത് അത് നമുക്ക് ഇറക്കുമതി ചെയ്യാൻ കഴിയില്ല, അത് ഇവിടെ തന്നെ ഉണ്ടാക്കണം. എന്നാൽ മാത്രമേ ആ ഒരു പവർ നമുക്ക് ഉണ്ടാവുള്ളൂ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.